അമ്മ കുറെ സ്വർണ്ണമാല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടില്ല? അതെന്ത് സംഭവം? ആൾക്കാരൊക്കെ പക്ഷെ പലതും പറഞ്ഞിട്ടോ, സീനാണ് എന്താ അവൾ വീട്ടി വർഷമൊക്കെ കാട്ടണമെന്നൊക്കെ പറഞ്ഞു. ഉണ്ണിയായിരുന്നു അമ്മേനെ നിർബന്ധിച്ചെടുത്തേന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അമ്മ പറയാറുണ്ട് അമ്മേനെ നിർബന്ധത്തിലെടുക്കുന്നില്ല. കഥ മാറിയെന്ന്. ഈ പണിക്കൊക്കെ പോകുന്ന സമയത്ത് തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ കൊണ്ട് തിരുത്തൊക്കെ ഉണ്ടാ സംഭവം അവിടെ പോയാലും ഈ ഇവിടെ ഇല്ലേ, ഇവിടെ ഇടുപ്പിൽ മടക്കി വെച്ചിട്ടുണ്ടാവും, മടിക്കുത്തിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പാതി കൊടുക്കും. എന്നിട്ട് എന്നാ പിന്നെ എന്താ കിട്ടണം, ഫുള്ളായി തിന്നണ്ടേ, അതും എടുത്തു വെക്കും. പാതി എടുത്തു വെച്ചിട്ട് നമുക്ക് തരും. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം ഉണ്ട്, അപ്പോൾ ഞാൻ അമ്മയും കൂടി കിടക്കുകയാണ്, കട്ടിലേ കിടക്കട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു. അത് ഞാൻ ശരിക്കും ഇങ്ങനെ ട്രിപ്പിൾ ചെയ്ത് ഇങ്ങനെ പോസ്റ്റിൻ്റെ അടുത്തെത്തിയിട്ട് ഒറ്റ അടി അടിച്ച് അമ്മ ദാ കിടക്കണം താഴെ. എന്നിട്ടേ കുറേ കഴിയുമ്പോൾ ഒരാളുണ്ട് കഴിച്ചിട്ട് ഒരേ തെറി. പിന്നെ തൊട്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ കിടന്നു. എന്താണ്ടി മകനെ, എന്താണ്ടി മകനെ, എന്താണ്ടി മകളെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അപ്പൊ അവിടെ കേൾക്കുന്നുണ്ട്. ലൂസിനെ കൂട്ടിക്കാരനോ, ലൂസിനെ കൂട്ടിക്കാരൻ്റെ, ലൂസിനെ കൂട്ടിക്കാരൻ്റെന്ന് ഉണ്ണി വായി നോക്കാറുണ്ടോ? കുട്ടി വായി നോക്കാറുണ്ടോ? നിങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ് അടി? കോമഡി ലെവലിലാണോ? എങ്ങനെയാണ്? അടി ഉണ്ടാവും, പക്ഷെ അതിന് ഒരുപാട് ആയുസ് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ അമ്മ എന്തെങ്കിലും വീട്ടിൽ അവിടെ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിക്കും, എന്തെങ്കിലുമൊക്കെ പരിപാടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി ഏർപ്പെടും. ഇപ്പൊ ഞാൻ പറയാം അമ്മ ഇങ്ങനത്തെ പരിപാടി നടക്കൂല. അതെന്താ പറഞ്ഞ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറിപ്പോവും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടി എന്റെ അമ്മന്റെ തലക്കന്നെ വരും. അപ്പൊ ഞാൻ പറയും അമ്മ വേണ്ട പോണ്ട പറയും. അപ്പൊ അമ്മയ്ക്ക് പോകണം നല്ല ആഗ്രഹം ഉണ്ടാവും, വേറെ വഴിയില്ല. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തൊണ്ട് തൂമേ എനിക്കറിയില്ലേ പറഞ്ഞിട്ട് അമ്മ ഒരുപാട് പറയുന്നത്. നിന്റെ പരിപാടി ഒന്നും വേണ്ട ദീപോ അങ്ങനെ പറയും. പിന്നെന്തായിട്ട് അറിയോ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കല്ലേ, എന്നെ സോപ്പിടുന്നത് എങ്ങനെ എനിക്കറിയോ, അന്നത്തെ ദിവസം ഉരുളക്കിഴങ്ങ് വറുത്ത് വെച്ചിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങ് എനിക്ക് ഇഷ്ടമാണ്, ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് ഇഷ്ടമാണ്. അപ്പൊ ഇവര് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പോയി ഇത് കണ്ടത് എന്നെ സോപ്പിടാനെന്ന് മനസ്സിലാവും. ഞാൻ ചിലപ്പോൾ മിണ്ടില്ല. ഒരു ദിവസം ഫുള്ള ഒരു ഉച്ചവരെയൊക്കെ മിണ്ടാണ്ടിരുന്നപ്പോ എന്താണ് മിണ്ടുന്നില്ലേ, എന്താണ് നോക്കിയിരിക്കുന്നത്, വാ എന്താണ് ഈ പായസം വേണ, അവിടെ ഫ്രിഡ്ജിലൊന്നും ഉണ്ടാവില്ലോ. അപ്പൊ വന്നിട്ട് ഇങ്ങനെ ആ സാധനം പറയും. പിന്നെ മറ്റേന്നെങ്കിലും തിന്നാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സീനാട്ടോ. അമ്മ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എടുത്തു വെക്കും. അതാണ് ഇഷ്ടം, ഇല്ലെങ്കിൽ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഈ പണിക്കൊക്കെ പോകുന്ന സമയത്ത് തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ കൊണ്ട് തിരുത്തൊക്കെ ഉണ്ടാ? അത് സീനാട്ടോ. അമ്മ എനിക്ക് വേണ്ടി പാകം ഒന്നേ കിട്ടിയിട്ടുള്ളൂ ചിലപ്പോ. അപ്പൊ അത് സംഭവം എന്താ അമ്മന്റെ കിട്ടിയതാണ്. അത് സംഭവം അവിടെ പോയാലും ഈ ഇവിടെ ഇല്ലേ, ഇവിടെ ഇടുപ്പിൽ മടക്കി വെച്ചിട്ടുണ്ടാവും, മടിക്കുത്തിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പാതി കൊടുക്കും. എന്നിട്ട് എന്നാ പിന്നെ എന്താ കിട്ടണം, ഫുള്ളായി തിന്നണ്ടേ, അതും എടുത്തു വെക്കും. പാതി എടുത്തു വെച്ചിട്ട് നമുക്ക് തരും. അമ്മമ്മ സീനാണ്. അമ്മനെ സത്യം പറയാലോ, അമ്മനെക്കാട്ടി സീൻ അമ്മമ്മയാണ്. അതാണ് ഇങ്ങോട്ട് കിട്ടിയതല്ലേ? പിന്നെ സീനാണ്. ആളുടെ ഉള്ളിൽ വേറെ കഴിവുണ്ട്, വെളിയിലാക്കണം. അമ്മ പാട്ടൊക്കെ പാടുവാ? അമ്മ പാട്ടുപാട്. അമ്മ ഇത് ഉണ്ണി ഞാൻ മാത്രമുള്ള ഇന്റർവ്യൂലായി പോകുന്നുണ്ട് കേട്ടാ. നമുക്ക് മാറിയിരുന്നല്ലോ, അമ്മേനെ മാത്രം ഇരുത്തേണ്ടി വരും. പറ, അമ്മ പാട്ടൊക്കെ പാടുവോ? പാട്ടോ അങ്ങനെയൊന്നും പാടില്ല, പാടണത് കേട്ട് അതിന്റെ ഒപ്പം പാടും. നമുക്കൊരു പാട്ട് പാടാം. തനിച്ച് പാടാൻ ഞാൻ പാടുന്നില്ല, നിങ്ങൾ രണ്ടും പാട്. ഇല്ല, എനിക്ക് പാട്ടുപാടാൻ അറിയില്ല. അമ്മക്ക് പാട്ടുപാടാൻ ഇല്ല? ഈ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ പാട്ടൊക്കെ പാടുമല്ലോ? അവര് പാടുമ്പോ അതിന്റെ ഒപ്പം പാടും, അല്ലാതെ തനിച്ച് പാടാന്ന് പറയും. ഒറ്റയ്ക്ക് പാടാന്ന് പറയില്ല. ഞാൻ പാടും വീട്ടിൽ ഒറ്റയ്ക്ക്. എന്റെ പാട്ടോട്ട് അമ്മ സീനാണ്. ഇല്ലമ്മ പറഞ്ഞു പാട്ടൊക്കെ പാടും, ബാത്റൂമിന്റെ ഉള്ളിലൊക്കെ പോയി പാടും, റൂമിന്റെ ഉള്ളിലൊക്കെ പാടും. ബാത്റൂമിന്റെ ഉള്ളിൽ മാത്രം അമ്മ മറ്റേ ഒരു വീഴുന്നൊരു വീഡിയോ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മ നിലത്ത് വീഴുന്നുണ്ടായിട്ടില്ലേ? അത് കണ്ടപ്പോ ഒരു നിങ്ങളെ ലൂസി പുറകിൽ വന്നിട്ട് ലൂസിന് ഒരു സ്ലോ മോഷനിലൊക്കെ ഇട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായില്ലേ? അത് നന്നായിട്ടുണ്ട് കേട്ടാ. വീണ്ടും എന്തെങ്കിലും പറ്റിനാ? ഇല്ല ഒന്നും പറ്റില്ല. ലൂസിക്ക് അമ്മനെയും ഭയങ്കര കാര്യമാണ്. അതായത് ഇവര് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ ചില സമയത്ത് ദേഷ്യപ്പെടും അവളിനോട്. അപ്പൊ ഇവളെന്ത് കാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേഗം അമ്മന്റെ മടിയിൽ പോയി പാറും. പിന്നെ അവിടെ നിന്ന് വലിയ കൂട്ടമൊന്നുമില്ല. അമ്മ പറയുന്നതിന് അപ്പൊ അമ്മ മതി. അമ്മ ചിത്ത പറഞ്ഞ നേരെ തിരിച്ചാ അവൾ എന്റെ അടുത്തേക്ക് വരും. സ്നേഹം, നല്ല സ്നേഹമുള്ള വെച്ചോട്ടോ, അടിപൊളി. ഒരു ലൂസി ഒരു കുർബ്ലു എന്ന് പറഞ്ഞത്.
നല്ല സ്നേഹമാണ്. ആരാ കേൾക്കുന്നത്? പറഞ്ഞതൊക്കെ കേൾക്കും. എല്ലാം പറഞ്ഞത് കേൾക്കും തോന്നുന്നല്ലേ ലൂസി? പറഞ്ഞതൊക്കെ കേൾക്കും. ഉണ്ണിനേക്കാളും കേൾക്കുവോ? ഓന്ന് സത്യാട്ടോ ഉള്ളത് സത്യ. എന്നെയും കാട്ടി കേൾക്കുന്ന ലൂസിനെ കേൾക്കുന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ണിയായിരുന്നു അമ്മേനെ നിർബന്ധിച്ച് എടുത്തേന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അമ്മ പറയാറുണ്ട് അമ്മേനെ നിർബന്ധത്തിൽ എടുക്കാൻ. കഥ മാറിന്ന് എന്താ കേക്കി ഞാൻ അമ്മ വെളിയിൽ പോയില്ലേ? ഞാൻ ചോദിച്ചത് മാറിപ്പോയി. ഞാൻ അല്ല അന്ന് പറഞ്ഞത് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ വന്നത് പാലക്കാട് മഷി വന്നിട്ടുള്ളൂ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലേ ആദ്യമൊക്കെ അമ്മയ്ക്ക് വരാൻ മടിയായിരുന്നു. ഞാൻ വിളിക്കും അമ്മനെ. അപ്പൊ ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോ ആരെങ്കിലും ഫോട്ടോ എടുത്തു, രണ്ടുപേര് ഫോട്ടോ എടുത്തിട്ട് ആള് സീനായി കഥയെ മാറി. എന്താ അറിയോ? പിന്നെ നമ്മള് അമ്മ വീഡിയോ എടുക്കാൻ പറഞ്ഞാലേ ഉള്ളിൽ എന്തെങ്കിലും കാണിക്കുന്ന മാതിരി കാണിക്കും. എന്നിട്ട് എന്താ മേക്കപ്പ് ഇടുകയാണ്, പേര് ലെവലിൽ മറ്റേതൊക്കെ തേച്ചിട്ട് ആ ശരി മാനെ ഞാൻ റെഡി വേണ്ടി ഓടി വരും. ആ ഫാൻസ് കൂടിയില്ലേ നമ്മളെ പയ്യനിപ്പോ അമ്മ നിങ്ങൾ സൂപ്പർ ആണെന്ന് പറയുമ്പോ നമ്മൾ നിൽക്കുക. പുറത്തൊക്കെ പോകുമ്പോ അമ്മേനെ ആൾക്കാരൊക്കെ വന്ന് അറിയാന്നൊക്കെ പറയില്ലേ? നിറയെ ആൾക്കാര് ഇങ്ങനെ പറയുന്നത് വന്നതും കണ്ടത് നിങ്ങളെ എവിടെയോ. അമ്മ അമ്മേന്റെ ഭാഷയിൽ പറയാൻ എനിക്ക് ഇതൊരു സുഖം കിട്ടുന്നില്ല. എങ്ങനെയുണ്ട് പറയുമ്പോ? വെളിയിലൊക്കെ പോകുമ്പോ നിറയെ കുട്ടികളും നിറയെ ആൾക്കാരും എല്ലാവരും ഓടി വരും അടുത്തേക്ക്. അമ്മനെ എവിടെയോ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലായിരിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനെ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുക്കും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സന്തോഷം? എന്താ പറയാ, നേരത്തെ വെച്ചിട്ട് ഇപ്പൊക്കെ ഒരുപാട് നല്ല മാറ്റം വന്ന പോലെ തന്നെ ഉണ്ട്. നിറയെ ആൾക്കാരിനെ കാണാനും പരിചയപ്പെടാനും നന്നായി മാറ്റം വന്നു. നിങ്ങൾ കൊളാബറേഷൻ വീഡിയോസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടില്ലേ? ഒരു അമ്മ കുറെ സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടില്ല? അതെന്ത് സംഭവം? ബ്യൂട്ടീഷ്യനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് അവർക്ക് പരസ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അത് ഒന്ന് രണ്ട് പ്രൊമോ പിടിച്ചു. അപ്പം അത് നമ്മുടെ പാലക്കാടുള്ളൊരു ബ്യൂട്ടീഷ്യന്റെ ഇതിൽ പിടിച്ചു. പിന്നെ ഒരെണ്ണം ഒരു ജ്വല്ലറിന്റെ ഒരു വ്ളോഗിന് വേണ്ടി ചെയ്തു. അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ? അതൊക്കെ ശരിക്കും അമ്മ അന്ന് ഭയങ്കര സന്തോഷം കേട്ടോ. എന്റെ അമ്മ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ആൾക്കാരൊക്കെ പക്ഷെ പലതും പറഞ്ഞിട്ടോ സീനാണ്, എന്താ അവള് വീട്ടി വേഷമൊക്കെ കാട്ടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. കൊറേ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നീയാണെന്നേ അറിയില്ല, നന്നായിട്ടുണ്ട്, നിന്റെ മകളാണെന്നേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കൊറേ ആൾക്കാര് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നീ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് നടക്കണത് എന്നൊക്കെ പറഞ്ഞു. കൊറേ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. നിന്നെ കണ്ടാലേ അറിയില്ല, നിന്റെ മരുമകളാണെന്നേ പറയുള്ളൂ, എപ്പോ കല്യാണം കഴിഞ്ഞു മകന്, നീ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നന്നായി നോക്കി നിങ്ങള്, മരുമകളാണോ ഞാനാണോ നോക്കി വന്നപ്പോഴാണ് അവര് പിന്നെ നോക്കിയിട്ട് പറഞ്ഞത്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ നോക്കി. വേറെ ആരെങ്കിലും ഞാൻ പുകഴ്ത്താൻ പറയുന്നതല്ല കേട്ടോ, സത്യമായിട്ടും ഞാൻ 2-3 വട്ടം നോക്കി. ഇനിയിപ്പോൾ നിങ്ങൾ 3 പേരുണ്ടോ എന്ന് വെച്ചിട്ട്. പക്ഷെ പിന്നെ ഞാൻ അതിന്റെ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നില്ല. അപ്പോഴാണ് ഞാൻ കുറപ്പായ അമ്മ തന്നെയാണെന്ന് മനസ്സിലായത്. അമ്മ സീനായിരുന്നു കേട്ടോ അന്ന്. ഞാനും പ്രതീക്ഷിച്ചില്ല സംഭവം. ചേച്ചി പറഞ്ഞു നമുക്കൊരു മേക്ക് ഓവർ ചെയ്തിട്ട് വീഡിയോ ഇടാം, നോക്കടാ നമുക്ക് നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു ശരി എന്തായാലും മേക്ക് ഓവർ അല്ലേ. ഞാൻ വിചാരിച്ചു കാര്യമൊന്നും ഉണ്ടായില്ല, അമ്മ തന്നെയല്ലേ, കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ പോയിട്ട് ശരിക്കും ഭയങ്കര വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. എന്താ പറഞ്ഞാൽ ഞാൻ അമ്മനെ ഇങ്ങനെ ആ ഒരു വർഷത്തിൽ കണ്ടിട്ടില്ല. എല്ലാവരും ഇട്ട് നടക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനം. എന്റെ അമ്മ ഒരു എന്താ പറയാ, അമ്മന്റെ ആ ഒരു കല്യാണ പെണ്ണായിട്ട് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അയ്യോ ശരിക്കും ഞാൻ പറയട്ടെ, ലോകത്തിൽ സന്തോഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ സാധനം ഞാൻ ശരിക്കും റിയാലിറ്റി മനസ്സിലാക്കി അന്ന് ആ ഒരു സമയത്ത് കേട്ടോ. ഉഷാറായിരുന്നു. പിന്നെ അതുപോലെ ഉണ്ണീന്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താ? പറ. ഇഷ്ടപ്പെട്ടൊരു സ്വഭാവം തീരെ ഈ സ്വഭാവം വൃത്തിയുടെ സ്വഭാവം മാറ്റണം എന്നൊന്നും തോന്നിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള സ്വഭാവം എന്താ? അങ്ങനെ ചോദിച്ചാൽ അമ്മ ഒന്നും നല്ലതേ പറയുന്നുള്ളൂ. ഞാൻ നല്ലതാണ് അതുകൊണ്ടാണ്. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പറയാറില്ലേ? ഇല്ല, അമ്മ ഉള്ളത് പറ. എന്താ സംഭവം? ഏറ്റവും നല്ല സ്വഭാവം എന്താ? പറഞ്ഞോളി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയാണ്. പറയുന്നല്ലേ അമ്മ പറയുന്നു. എന്താണ് പറയുന്നത്? ഞാന് അതന്നെയാണ് അവർക്ക് പറഞ്ഞത് കേട്ടോ നിങ്ങള്. അതായത് എന്റെ ഏറ്റവും കൂടുതൽ നല്ല സ്വഭാവവും കെട്ട സ്വഭാവം എന്താണെന്ന്. നല്ല സ്വഭാവം എന്താ? ചെയ്യുന്നതൊക്കെ നല്ല സ്വഭാവം തന്നെയാണ്. എനിക്ക് വയ്യ, എനിക്ക് തരുന്ന 2 ദിവസത്തേക്ക് ഞാൻ അങ്ങനെ പൊങ്ങി മേലെത്തി. ശരി ഇഷ്ടപ്പെടാത്ത കെട്ട സ്വഭാവം എന്താ? കെട്ട സ്വഭാവം
ഇടയ്ക്കൊക്കെ പറഞ്ഞാൽ കേൾക്കില്ല, അപ്പൊക്കെ ദേഷ്യം വരും. ഈ ഉറക്കുന്നതൊക്കെ ഭയങ്കര മടിയാന്ന് തോന്നുന്നല്ലേ? ഉറങ്ങി എണിക്കില്ല, എണിക്കാൻ ഭയങ്കര പാടാണ്. വെറുതെ ഉറങ്ങണം, നല്ല എണിക്കുള്ളൂ. അത് ഇപ്പോഴല്ലേ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ അങ്ങനെ സമയം ഇപ്പൊക്കെ നല്ല മടിയായി, മെല്ലെ എണിക്കുള്ളൂ. രാവിലെ എണിച്ചിട്ടേ ആദ്യമൊക്കെ ഞാൻ വിളിക്കാൻ പറയും, പിന്നെ ഒരു കൊറേയൊക്കെ വിളിച്ചു. ഇതിൽ ഏറ്റവും വലിയൊരു വേറൊരു സ്റ്റോറി ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സംഭവം നേരത്തെ, അതായത് തുടക്കം മുതലേ അമ്മ എന്റെ അടുത്ത് കിടക്കുന്നത്, ഞാനും അമ്മയും കൂടി ഒരുമിച്ച് കിടക്കുന്നത്. അപ്പൊ എനിക്ക് ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഒരു ദിവസം ഉണ്ട്, അപ്പൊ ഞാൻ അമ്മയും കൂടി കിടക്കുകയാണ്, കട്ടിലേ കിടക്കട്ടോ. അപ്പൊ അമ്മ ഈ സൈഡും ഞാൻ സെന്ററിലോ കളിക്കുന്നത്. അപ്പൊ എനിക്ക് ഫുട്ബോൾ ഭ്രാന്താ. അപ്പൊ ഞാൻ അങ്ങനെ കളിച്ച്, അത് എപ്പോഴും കളിക്കാൻ പോയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഡെയിലി കിടക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു. അത് ഞാൻ ശരിക്കും ഇങ്ങനെ ട്രിപ്പിൾ ചെയ്ത് ഇങ്ങനെ പോസ്റ്റിന്റെ അടുത്തെത്തിയിട്ട് ഒറ്റ അടി അടിച്ച് അമ്മ ദാ കിടക്കുന്ന താഴെ. എന്നിട്ടേ കുറേ കഴിയുമ്പോ ഒരാളുണ്ട് എണിച്ചിട്ട് ഒരേ തെറി, അങ്ങനെയാണ് ഇങ്ങോട്ട് അങ്ങനെ ആനയാണ് ചേനാന്ന് പറഞ്ഞിട്ട് തെറി. പിന്നെ തൊട്ട് എന്റെ അമ്മ എന്റെ കൂടെ കിടന്നിട്ടില്ല. ആ സീരിയസ് ഞാനത് സംഭവം വേണം പറഞ്ഞ അടിച്ചില്ല, ഇങ്ങനെ കിടക്കല്ലേ, ഒറ്റ അടി അടിച്ചു താഴെ വീണ്. അന്ന് എന്തൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയില്ല, കേൾക്കില്ല മനുഷ്യ, അങ്ങനെയാണ് തെറി പറഞ്ഞത്. ഇല്ല ഒന്നും പറ്റിയൊന്നുമില്ല, നല്ല ഉറക്കുമായിരുന്നില്ലേ, പെട്ടെന്ന് തട്ടിയപ്പോ ഉരുണ്ട് താഴത്ത് വീണു, ഉരുണ്ട് തന്നെ അടിച്ചു. അങ്ങനെയുണ്ട് കഥ. അതുപോലെ നമുക്ക് കമന്റ് സെക്ഷൻ ഒക്കെ നോക്കി മീൻസ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ? ചിലത് നെഗറ്റീവ്, ഇപ്പൊ കൂടുതലും എല്ലാം പോസിറ്റീവ് തന്നെ വരാറുള്ളത് അല്ലെ? നെഗറ്റീവ് ഒക്കെ നോക്കിയിട്ട് അതൊക്കെ വിഷമമുണ്ടോ, നോക്കാറുണ്ടോ? നെഗറ്റീവ് പറഞ്ഞാൽ അവര് കൊറേ കാണുമ്പോ കണ്ണിക്കണ്ടതൊക്കെ പറയണ്ടായിരുന്നു, വായിച്ച് കേൾപ്പിച്ചു തരും. അപ്പൊ എനിക്കും ദേഷ്യം വരും, ഞാനും അപ്പൊ കറവറന്നൊക്കെ പറയും. അങ്ങനെ പറയണ്ട, എന്തിനാ പറയുന്നവര് ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയും. ലൈവ് പോയിട്ടുണ്ടായിരുന്നോ? നമ്മള് ലൈവ് ഉണ്ടായിരുന്നു, യൂട്യൂബിലാണ് ശരിക്കും ഫസ്റ്റ് തുടങ്ങിയത്. എന്നിട്ട് അതിൽ കുറച്ച് ലൈവ് ഒക്കെ പോയി, നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ല സപ്പോർട്ടിക് ആയിരുന്നു, കുറെ പേരുണ്ടായിരുന്നു. നമ്മുടെ വയനാട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ചെറിയ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ നിന്ന് നല്ലപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് അന്ന് അങ്ങോട്ട് പോണെന്ന്, വയനാട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പിള്ളേരോട് ചോദിച്ചു, അവിടെ എന്താ നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റി. അതിൽ ശരിക്കും പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് സർക്കിൾ നന്നായി സപ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അമ്മയാണ് ശരിക്കും അതിൽ ചുക്കാൻ പിടിച്ചത് ഞാൻ പറയാം. പിന്നെ അതായത് പിന്നെ അന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പോകാൻ പറ്റൂല, നിന്നെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണാനും കൊടുക്കാനും ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് പേരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റി, നമ്മൾ അവിടെ പോയി വൺ ഡേ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി, അങ്ങനെ കുറച്ച് സപ്പോർട്ട്. അപ്പൊ അമ്മയും കൂടെ പോയോ? ഇല്ല, അമ്മ പോയില്ല. അമ്മയ്ക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അമ്മ ഇവിടെ നിന്ന് എല്ലാ സെറ്റപ്പും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അമ്മന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമ്മ തന്നെയാണ് നമുക്ക്. പിന്നെ അവിടെ കുറെ ഫ്രണ്ട്സ് കിട്ടി, പുതിയ സർക്കിൾ കിട്ടി. ഈ ലൈവൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അമ്മേന്റെ? ആദ്യമൊക്കെ അത് അത്ര ഇതായില്ല, പിന്നൊക്കെ ഇതെന്താ അറിയോ, ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം വന്ന് ചോദിക്കുന്നത് അമ്മനെയായിരിക്കും. ഞാൻ അങ്ങനെ കുറെ കേട്ട് എനിക്ക് മതിയായിന്ന്. വന്നു കഴിഞ്ഞാൽ അമ്മ എവിടെ, അമ്മ ചോറുണ്ട, അമ്മ ഇരുന്ന, അമ്മ കിടന്ന, അവിടെ ഉണ്ട് അവിടെ ഉണ്ട്, അമ്മനെ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവര് പറയാ. അപ്പൊ കുറെ കാലൊക്കെ ഞാൻ സഹിച്ചു, ശരി അമ്മയല്ലേ. പിന്നെ നമ്മളെ കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും അടിയിൽ കൂടെ വന്ന് അടങ്കോലിടും. പറയടി മാനിയ പറഞ്ഞാൽ അവള് പോകും. കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് ശരി കേട്ടാ മെസ്സേജ്. അപ്പൊ നമ്മള് ഹായ് ഉണ്ണി എന്ന് പറയുമ്പോഴേക്കും അമ്മ വന്നിട്ട് എന്താ മാനിയ വിശേഷം ചോദിക്കും, അമ്മന്റെ അടുത്ത് പോയില്ലേ, പിന്നെ നമുക്ക് കിട്ടില്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ട്, വിത്തകളാണ് അമ്മ. നഷ്ടപ്പെട്ടു തോന്നുന്നല്ലേ? പിന്നെ കുറെ എണ്ണം പോയി പാവം. ഞാനേ ഉണ്ണി കൂടുതൽ അമ്മേന്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഫുള്ള്. ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോഴും പറയുന്നത് അമ്മേന്റെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അമ്മ മാത്രമാണ്? അല്ല, ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ആണ് എന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. എന്താ പറഞ്ഞാൽ എനിക്ക് വിരലിലെണ്ണാവുന്ന കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഇപ്പൊ പാലക്കാട്ടിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ്, ഐ മീൻ 2 ബ്ലോഗർമാരും പ്ലസ് അതിന്റെ ഒപ്പം തന്നെ എന്താ പറയാ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. വിരലിലെണ്ണാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവന്മാരാണ് എന്റെ കൂട്ടത്തെ എല്ലാ പരിപാടിക്കും ഉള്ളു. ഇപ്പൊ രാത്രി എവിടെ പോവാണെങ്കിലും അവന്മാർ, ഇപ്പൊ വീഡിയോ എടുത്തിട്ടാണെങ്കിൽ പോലും അവന്മാരെ ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. അതിൽ അമ്മ, ഫ്രണ്ട്സ്. അമ്മേനെ ഫ്രണ്ട്സ് എങ്ങനെയാ സർക്കിള്, കൂട്ടുകാരൊക്കെ എങ്ങനെ? നല്ല അഭിപ്രായമാണ്, അവരൊക്കെ നല്ല മക്കളെ പോലെ, ഇവനെ പോലെ തന്നെയാണ് അവര്. ഇതെന്താ പ്രശ്നം അറിയോ, ഇവന്മാർക്ക് സ്വന്തം വീടാ നമ്മുടെ വീട്. എന്നെയും കാട്ടി സ്നേഹം അതായത് അമ്മയ്ക്ക് അവനെയായിരിക്കും. എന്താ പറഞ്ഞാ ഇവര് വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലേ വീട്ടില് നോർമലി ചോറൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇവന്മാര് ഒന്നും പറയുന്നില്ല.
ഇവര് വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് അടുക്കളയിൽ വന്ന് ഇവര് ചോറുണ്ടാവും, നമുക്ക് എടുത്തു വെച്ചടക്കം ഇവര് കഴിക്കുന്നുണ്ടാവും. അമ്മ ഒന്നും വേണ്ടില്ല. അതായത് ചില വീട്ടിൽ പോകുമ്പോ നമുക്ക് ഒരു സാധനം ഉണ്ടാവില്ല അങ്ങനെ കഴിക്കാന്നുള്ളത്. നമ്മളാണ് അവന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാ, അവന്റെ വീട്ടിൽ അവന്റെ മക്കളെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛനമ്മ എല്ലാവരും എന്റെ അച്ഛനായിട്ട് ഞാൻ കണക്കാക്കും. ഞാൻ പോയി ചോറൊക്കെ കാര്യമായിട്ട് കാര്യമായിട്ട് ഇടുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്റെ വേറെ പുതിയ ഏതെങ്കിലും ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മട്ടം മൊഴി വിളിക്കുക, എന്താ അവൻ കാണിക്കുന്നുള്ളൊരു സാധനം. പക്ഷെ അങ്ങനെ ഒരു സാധനമാണ്. പിള്ളേരെല്ലാരും ഭയങ്കര ഫ്രീ ആണ്, അടിപൊളിയാണ്. അമ്മക്ക് ഉണ്ണി മാത്രല്ല, നിങ്ങള് മോനേക്കാളും കൂടുതൽ ഫ്രണ്ട്സിനെ പോലെ ആണല്ലേ ഉണ്ണിയമ്മയും? ഉണ്ണി അല്ലാതെ അമ്മേന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അങ്ങനൊന്നുമില്ല. എന്റെ കൂടെ കുട്ടികളൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ എന്റെ മക്കളെ തന്നെയാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലായില്ല. അമ്മ പണിക്കൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല? അതുണ്ട്. അത് മറ്റേ ഓമനമ്മ രണ്ടുപേർ ആ അമ്മനെയും ഇത് അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ്. അപ്പൊ ആളിനെയും അമ്മ ഉണ്ണിന്നാ വിളിക്കുന്നത്. അപ്പൊ രണ്ടും ഇങ്ങനെ വിളിക്കും ഇടയ്ക്ക്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ബാഗിൽ പല്ലൊക്കെ ചേച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ അവിടെ ഉണ്ണിയെ പറയും, ഞാൻ പറയേ എല്ലാ പറഞ്ഞ ചേച്ചിനെ വിളിക്കുന്നത്. ഇവര് രണ്ടുപേരും നല്ല കട്ട ഫ്രണ്ട്സാ, ചങ്കും ചങ്കാണ്, കരളാണ് ഇവര്. എന്ത് പറഞ്ഞാലും അപ്പുറത്ത് അവിടെ ഒന്നും കൂട്ടാൻ വെച്ചാൽ അതും കൂടി കൊണ്ടുവരും, ഇവിടെ ഒന്നും കൂട്ടാൻ വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകും. സീനാണെന്ന്. പിന്നെ എന്താണ് ഒരു ഉപകാരം പറഞ്ഞാൽ അവിടെ ചിക്കൻ കറി വെച്ച് അങ്ങോട്ട് കിട്ടും, ഇവിടെ ചിക്കൻ കറി വെച്ചാൽ അവിടെ കിട്ടും. അപ്പൊ കൊടുക്കുമ്പോ ദേഷ്യം പിടിക്കോ? അയ്യേ, ഒരു ദേഷ്യമുണ്ട്. നമ്മള് ഉള്ളത് കൊണ്ട് ഓണം വഴി നടക്കും. പിന്നെ അതുപോലെ നിങ്ങളെ വീടിൻ്റെത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു വീഡിയോയില് ഒരു ഓലന്റെ വീടായിരുന്നു. പിന്നെ അത് മാറിയപ്പോ കുറച്ച് വലിയ വീടെടുത്ത് അല്ലേ? നല്ല വീട്. നമ്മള് ലൈഫ് മിഷൻ കിട്ടിയതാണ് ഒരു 2013 വരെയൊക്കെ. അല്ല എപ്പോഴാണ് നമ്മുടെ 3 വർഷമായിട്ടുള്ള നമ്മൾ ആ വീട്ടിലിരുന്നിട്ട്, പുതിയ വീട്ടിലിരുന്നിട്ട്. ബാക്കിയെല്ലാം നമ്മള് ഈ ഓലപ്പര തന്നെ ഇരുന്നത്. അത് ശരിക്കും അതാട്ടോ സ്വർഗം. ശരിക്കല്ലേ പല വീഡിയോയിലും നമ്മൾ കാണുന്ന സമയത്ത് ആൾക്കാർ അവരെ മോശം മീൻസ് ഉദ്ദേശിച്ചത് നമ്മുടെ വിഷമം കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തിലെ വീഡിയോസിൽ നമ്മളെ അവസ്ഥകൾ, അതായത് ഇപ്പം വീടിന്റെ സിറ്റുവേഷനോ നമ്മളെ വിഷമങ്ങളോ നമ്മുടെ ഇല്ലായ്മകളോ ഒന്നും ആരും വീഡിയോസിൽ കാണിക്കാറില്ല. വീഡിയോസ് കാണിക്കില്ല, ഇല്ലായ്മ കാണിക്കാറില്ല എന്നല്ല, അത് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നല്ല. പക്ഷെ അത് കുറച്ചുകൂടെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് കുറച്ച് ആഷ്പുഷ് ലൈഫിലാണ് വീഡിയോസ് അധികം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഗെറ്റപ്പ് നല്ല രീതിയിലുള്ളൊരു വീഡിയോസ് കാണിക്കാറില്ല. പക്ഷെ ഞാൻ അമ്മേൻ്റെയും ഉണ്ണിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അമ്മ ഇപ്പം നൈറ്റിയിലുണ്ടാവും ചില വീഡിയോസ്, മേക്കപ്പും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും നിന്നിട്ടൊക്കെ ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എടുക്കാനുള്ള ആ ഒരു സംഭവം എന്താ? നമ്മളെന്താന്ന് നമുക്ക് അറിഞ്ഞാൽ പോലെ നാട്ടുകാരെ നമുക്ക് നല്ലത് കണ്ട് ബോധിപ്പിച്ചിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ കൊടുത്തു, 10 ദിവസം ആ 5 സ്റ്റാറിന് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റാണ്ടിരുന്ന ഭയങ്കര കഷ്ടമായിരിക്കും. നമ്മളെന്താണോ നമ്മളെ ഇരിക്കാന്ന് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ അമ്മയാണെങ്കിലും എന്താ പറയാ, വെളിയിലാണെങ്കിൽ പോകുമ്പോഴും നമ്മള് മേക്കപ്പിന്റെ കാര്യമൊന്നുമില്ല. നമ്മളെന്താന്ന് നമുക്ക് അറിഞ്ഞാൽ പോരെ, നാട്ടുകാരും കാണിച്ചിട്ട് ജീവിക്കണ്ടല്ലോ, അവർ കൺസെപ്റ്റ് മാത്രം. അതാണെന്ന് തോന്നുന്നല്ലേ കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടം? എല്ലാ ആൾക്കാരും റിയാലിറ്റിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര്. വെറുതെ വേഷക്കെട്ടും കാണിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യമില്ലല്ലോ. നമ്മളെന്താണോ അത് മതി, അതിന് കുറച്ചുണ്ടാവില്ല. നമുക്ക് എങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ ഇഷ്ടം? എങ്ങനെ വീഡിയോ ചെയ്യാൻ ഇഷ്ടം? എങ്ങനെയുള്ള വീഡിയോ ഇഷ്ടം? മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു വൈബിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മ സാധാരണ നമ്മ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. അന്ന് അമ്മ ഇതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു പാർലറിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, മാലയൊക്കെ ഇട്ടിട്ട്? അതുപോലെ ഇനി ഇപ്പൊ എങ്ങനെയുള്ള ചെയ്യാൻ ഇഷ്ടം? അമ്മേന്റെ മനസ്സിലുണ്ടാവില്ല എനിക്ക് അങ്ങനത്തെ സംഭവം. ഇപ്പൊ എനിക്കൊക്കെ ഉണ്ട്, എനിക്ക് നല്ല സാരിയൊക്കെ എടുത്ത് പൊട്ടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. അത് ചെയ്തപ്പോ സന്തോഷം തോന്നിയില്ല പറയുന്നില്ല, സന്തോഷമൊക്കെ തോന്നി. ജീവിതത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്തത് ഇഷ്ടമൊക്കെ തന്നെയാണ്, അല്ലാന്നൊന്നും അല്ല. എന്നാലും നമ്മളുടെ രീതിക്ക് ചെയ്യുന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം, നല്ലത് എന്ന് തന്നെയാണ് എനിക്കും ഇഷ്ടം. അത് അല്ലാണ്ട് ഇപ്പം കൊറേ മാലയൊക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. ചുരിദാറൊക്കെ ഇടാറുണ്ട് അമ്മ? ചുരിദാർ നേരത്തെ ഇട്ടിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ഒന്നും ഇട്ടിട്ടൊന്നും. അങ്ങനെയൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇഷ്ടാ? അങ്ങനെ ഇട്ടിട്ടില്ല, ട്രൈ ചെയ്യണം ഇഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞു, ഞാൻ സാരിയിൽ മാത്രം കണ്ടിട്ടില്ല, നൈറ്റിൽ കുറെ പേര് എന്നെ കൊണ്ട് പറഞ്ഞു. പിന്നെ നമ്മള് അതിന്റെ വേറെ കുറെ ആൾക്കാർ നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു ചുരിദാർ മേടിച്ചു കൊടുക്കുക അമ്മയ്ക്ക്. ചുരിദാർ ഇന്നിപ്പോ ചുരിദാർ നിങ്ങൾ ഇട്ട് വരാന്ന് പറഞ്ഞാണ്. അപ്പൊ അമ്മ എപ്പോഴും റിയാലിറ്റി അല്ല, ഞാനും പ്രതീക്ഷിച്ച ഒരു അമ്മ വീഡിയോയിൽ പക്ഷെ ചുരിദാർ ഇട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ. ഓർണമെന്റ്സിന്റെ കൂടെ ഇട്ടത് മാലേന്റെ കൂടെ ഒക്കെ ചുരിദാറിലായിരുന്നു. സാരിയാണോ? അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച അമ്മ ഒരു സാരിയൊക്കെ ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ള ഒരു അമ്മേനെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഭയങ്കര സിമ്പിൾ കേട്ടോ. അമ്മ ഭയങ്കര സെലിബ്രിറ്റിയാണ്, ഭയങ്കര സെലിബ്രിറ്റിയാണ്. അമ്മ വെളിയിലൊന്നും കാണിക്കില്ല, പാവമാണ്. ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് മിണ്ടുമ്പോൾ വിഷമാവാറുണ്ട്. വിഷമം മീൻസ് ടെൻഷൻ ആവാറുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ അമ്മയോട് കുറച്ച് സമയം സംസാരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആകും. അതുപോലെ സംസാരിക്കുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ടോ? കുറച്ചൊക്കെ ആദ്യം, പിന്നെ അങ്ങനെ ശരിയാവും. ഇപ്പൊ ശരിയായോ? ഇവിടെ ശരിയായോ? കുറച്ച് ശരിയായി. കുറച്ച് ശരിയായിന്നാ? ഓക്കെ.
അങ്ങനെയാണ് സീനാണ് സെറ്റാണ്. ഹലോ ഗൈസ് പറ. എന്താ പറഞ്ഞത്? ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഹലോ ഗായ്സ്. അയ്യോ എന്നാ വിളിച്ചു? മനസ്സിലായിട്ടുണ്ടല്ലോ. ആ. ഇനി അടുത്ത് ഉണ്ണി. എന്താണ്ടി മകനെ, എന്താണ്ടി മകനെ. എന്താണ്ടി മകളെ ഇത് ഹെഡ്സെറ്റ് കേൾക്കുന്നുണ്ടോ? കേക്കുന്നില്ല. അപ്പൊ അവിടെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടാ? ചുണ്ടാണ്, ചുണ്ട് പറയണെന്ന് മനസ്സിലാവുന്നുണ്ട്. ചുണ്ട് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലേ? നമുക്ക് മാറ്റി പിടിക്കണം കേട്ടോ. കേൾക്കുന്നുണ്ട് പറയുന്നത് കാര്യം മനസ്സിലാവുന്നുണ്ട്. നെന്മാറവേലാണോ? എന്താണ്ടി മകളെ വർത്തമാനം? അല്ല, അല്ല അല്ല അല്ല. നെന്മാറ വേലക്ക് വരട്ടെ. നെന്മാറ വേല അത് കിട്ടൂലല്ലേ, വലിയ കൊറേ ആയതുകൊണ്ട്. വേറെ എന്തെങ്കിലും പറയട്ടെ. നിങ്ങളുടെ ഭാഷയിൽ എന്തേലും ഒന്നൊക്കെ പറഞ്ഞാ. ചോറിൻ്റെ മോളെ നീ ചോറുണ്ടോ? ചോറുണ്ടോ മോളെ? ഇല്ല. അത് കേട്ടു. കേട്ടാ? എന്താ പറഞ്ഞു? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അല്ല അതല്ല ഞാൻ അപ്പൊ ചോദിച്ചത്. ഓക്കെ, പിന്നെ എന്ത് ഈ മറ്റേ കോഴീന്റെ ഒരു സംഭവം പറഞ്ഞെന്താ? കോഴി മുട്ടിക്ക് തപ്പ വലിക്കരുത്. കോഴി മുട്ടിക്ക് തപ്പ വലിക്കരുത്. കോഴിമുട്ടക്ക് കോഴിമുട്ടക്ക് തപ്പ വലിക്കലല്ലേ? കോഴിമുട്ടയ്ക്ക് തൊപ്പ പറയുന്നുണ്ടല്ലോ. അതിനടുത്തത് വണ്ടർലക്ക് പോകാൻ ഇഷ്ടാ? വണ്ടർലക്ക് വണ്ടർലാൻഡില് വണ്ടർലാൻഡില് പോണ സമയമായിന്നാ. കാര്യം പിടിച്ചു കിട്ടിയല്ലേ? ഇനി പറഞ്ഞോ. ലൂസിന് കൂട്ടിക്കാരനാ? ലൂസിന് കൂട്ടിക്കാരൻ്റെ ലൂസിന് കൂട്ടിക്കാരൻ്റെന്ന് ലൂസിന് കൂട്ടിക്കാരൻ്റെ ലൂസിനെ കൂട്ടിക്കാരൻ്റെ ലൂസിനെ കൂട്ടിക്കറ്റണ്ടേ? ലൂസിന്റെ കൂടെ ലൂസിനെ പിടിച്ചു. എന്താണ് അങ്ങനെ പറയുന്നത്? നേരെ പറയ്. എന്താണ് ലൂസിനെ കണ്ടാ? നീ ലൂസിന്റെ കൂടെ അടച്ച സ്നേഹിച്ചിട്ടുണ്ടെന്നാ? ഏത് കുട്ടിനെ പറ, നേരെ പറ. ലൂസിന്റെ കൂടെ അടച്ചാ അത് തുറന്നിട്ട് വന്നാ? എനിക്ക് അതും കുട്ടീനെ ഇഷ്ടമാണെന്നാ? അത് ഞാൻ നിങ്ങളെ കൊണ്ട് പറയാലോ. പറ, ആരാണ്? എന്താണ് പറ. ലൂസിന്റെ കൂടെ അടച്ച രാവിലെ നേരെ പറ, വായ എനിക്ക് പറ. ലൂസിന്റെ കൂടെ അടച്ച അത് തുറന്നിട്ടിട്ട് വന്ന? ഒന്നും കേൾക്കണില്ല, പല്ല് മാത്രമേ കാണുള്ളൂ. നേരെ പറ. നിങ്ങളെ ചോദിക്കി, അമ്മ പറയുമ്പോ കേൾക്കണില്ല. എങ്കിലേ എന്നോട് പറ. ഇഷ്ടമാണെന്നാ? ഇപ്പൊ വേണ്ട, അമ്മ വേണ്ട. എന്താ കാര്യം പറയും? എങ്കിലേ എന്നോട് പറ. എങ്കിലേ എന്നോട് പറ. അയ്യേ പറ്റില്ല, അമ്മയുണ്ട് കാര്യത്തില്. ഇല്ല പറ്റൂല. എങ്കിലേ എന്നോട് പറ. എങ്കിൽ എന്നോട് പറ. അത് കിട്ടി. ഓക്കെ, ഇനി അമ്മ പറഞ്ഞോ. എന്താണ് മോനെ രാവിലെ കുളിച്ചാ? എന്താ മോനെ, എന്താ വിശേഷം? എന്താണ് മോനെ രാവിലെ കുളിച്ചാ? മിണ്ടാണ്ട് വന്നു. രാവിലെ എണിച്ചിട്ട് മിണ്ടാണ്ട് വന്ന? നിങ്ങൾ പറയുന്നത് മനസ്സിലായി, നിങ്ങൾ തന്നെ പറ. ഉണ്ണി വായി നോക്കാറുണ്ടോ? കുട്ടി വായി നോക്കാറുണ്ടോ? എന്റെ മോനെ ഇത് കറക്റ്റ് ഒക്കെ അറിയുന്നുണ്ട് തോന്നുന്നു. സാധനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഗേൾസ് ഫാൻസ് ഇഷ്ടമാണോ? ഗേൾ ഫാൻസിനെയാണോ ഇഷ്ടം, ഗേൾസിനെയാണോ ഇഷ്ടം, ബോയ്സിനെയാണോ ഫാൻസ്? കേട്ടില്ല, ഒന്നുകൂടി. ഗേൾസിനെയാണോ ഇഷ്ടം, ബോയ്സിനെയാണോ ഇഷ്ടം ഫാൻസ്? പ്രൊപ്പോസൽ വന്നിട്ടുണ്ടോ? എല്ലാം ഇതാണല്ലോ അമ്മ, കെട്ടിക്കാൻ സമയമായിരിക്കുന്നു. ഗേൾ ഫാൻസിനെയാണോ ഇഷ്ടം, ബോയ് ഫാൻസിനെയാണോ ഇഷ്ടം? ഗേൾ ഫ്രണ്ട്സ് ആണോ ബോയ് ഫ്രണ്ട്സ് ആണോ കൂടുതലല്ലേ? കുറച്ച്. ഓക്കെ, അടുത്ത് അമ്മ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ലല്ലോ, അത് മാത്രം കേട്ടു. ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? മുന്നേ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? അമ്മനെ കൊണ്ടൊരു കാര്യം പറയണ്ടതാ? ഉണ്ട്, അതന്നെ ഉണ്ട്, കൊറേ ഉണ്ട് പറയാന്. എന്താ പറയണതാ? മുന്നേ പ്രണയം ഉണ്ടായിരുന്നു. അത് പിന്നെ അമ്മ പോയിട്ട് പറഞ്ഞാ പറയാം, നമുക്ക് രണ്ടുപേരും കൂടി പറയാം. കാര്യമായിട്ട് എന്താ പറയുന്നത് മനസ്സിലായി. മുന്നേ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് മുന്നേ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലായില്ല. മുന്നേ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? മുടിയാ? തല. മനസ്സിലായില്ല, നിങ്ങൾ പറയുന്നത് സെറ്റാണ്. മുന്നേ മുടി പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മനസ്സിലായില്ല. വേറെ എന്താ ചോദിക്കും? അത് കിട്ടിയില്ല. ഈ ടോപ്പിക്കുകൾ കൂടുതൽ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത്, അതാ ഞാൻ അതന്നെ പിടിക്കുന്നത്. യാത്രികൻ. ഓ പിന്നെ ഞാൻ തന്നെ യാത്രികൻ. ഒരു ദിവസം എല്ലാം ശരിയാക്കും. എന്താണ്? ഒരു ദിവസം എല്ലാം ശരിയാക്കും. ഒരു ദിവസം എല്ലാം ശരിയാവും. നമ്മൾ കൊറേ ഒരു 1 hour മോള് സംസാരിച്ചല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ട? എനിക്കും ഇഷ്ടപ്പെട്ടു.
ഇന്റർവ്യൂ ആ, ഇഷ്ടപ്പെട്ടാ? തെറ്റാ. ഇഷ്ടപ്പെട്ടു. അമ്മ എന്തെങ്കിലും പറയാം, ഒരു നമ്മൾ ഈ ഓവറോൾ ഇന്റർവ്യൂവിനെ കുറിച്ച് അമ്മേന്റെ ഭാഷയിൽ പറയും. ഫുള്ള് പാലക്കാട് ഭാഷ മാത്രം ഞാൻ പറയാം. കാര്യം ഞാൻ എൻ്റെത് ഫസ്റ്റ് പറയാം. കാര്യം എനിക്ക് വീഡിയോയിൽ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു വെച്ചാൽ ഉണ്ണി കുറച്ച് ജാടയൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചിട്ട് ബി ഓപ്പൺ എന്താ പറയുന്നത്. പക്ഷെ കൊള്ളാം. കൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിരുന്നു നിങ്ങളോട് സംസാരിച്ചു വെച്ചാൽ. എനിക്ക് എൻ്റെ വീട്ടിലെ എനിക്ക് എൻ്റെ അമ്മയോടൊക്കെ സംസാരിക്കുന്നതല്ലേ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇല്ല ഞാൻ എന്റെ അമ്മനെ ആരും തരില്ല. എനിക്ക് വേണ്ട. അങ്ങനെ വേണ്ട, അത് നടക്കൂല. അല്ല പോസസീവ്നെസ് ഒക്കെ വന്നു തുടങ്ങി. ഇല്ല, എനിക്ക് ഉണ്ണിയുടെ അമ്മേനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു നിങ്ങളുടെ ഈ ഒരു സംസാരവും. ഇപ്പം ഈ ഒരു സക്സസ് മീൻസ് ഇപ്പൊ ഉള്ള ആ ഒരു ലെവലൊന്നും അമ്മ ആഗ്രഹിക്കുന്ന പോലെ വലിയൊരു ലെവലിലോട്ട് പോട്ടെ. ഉണ്ണി ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ലൊരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ പറ്റട്ടെ. എന്നതുപോലെ ആ പെൺകുട്ടിക്ക് ഇതുപോലെ കുറേ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ വേണമെന്ന് വെച്ചാൽ ഉണ്ണിനെ ഒഴിവാക്കിയിട്ട് അമ്മയും കുട്ടിയും കൂടെ നല്ല രീതിയിൽ കുറേ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നതുപോലെ ഇന്റർവ്യൂവിനെ കുറിച്ച് അമ്മേൻ്റെ അഭിപ്രായം എന്തൊക്കെയുണ്ടായിരുന്നു? നല്ല അഭിപ്രായമാണ്. അത് നല്ലതേ പറയുള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതൊക്കെ. ഇംഗ്ലീഷ് എല്ലാം ബേസിക്കലി ആദ്യമായിട്ടൊക്കെ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഒരു ഇതുണ്ടാവും, എനിക്ക് ടെൻഷൻ ആവും, പിന്നെ അങ്ങനെ ശരിയാവും. അമ്മ ഇതിപ്പോ അമ്മ പാലക്കാട് ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ പാലക്കാട് ഭാഷ പറയാൻ വേണ്ടിട്ടാ ഞാൻ സംസാരിച്ചത്. ആ ഒരു ടെൻഷനിൽ ഇപ്പോൾ പറഞ്ഞില്ല, അതിന്റെ പ്രശ്നമാണ് പറയുന്നു. ഇങ്ങോട്ടുള്ള ഈ ഇങ്ങനെയൊക്കെ 2026 ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞോളി, പറയൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാൻ കിട്ടുള്ളൂ മോനെ. അതെയാ. അപ്പോ ഇത്രയും സമയം സംസാരിച്ചതിലും കുറെ സമയം എനിക്ക് കുറെ നല്ലതും വിഷമകരമായ കുറെ മൊമെന്റ്സ് ഒക്കെ എനിക്ക് സമ്മാനിച്ചതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.